പാർവതി ദേവി കാളി ദേവിയായ കഥ അറിയാമോ? ഒരിക്കൽ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ഒരു വരം വാങ്ങി, തന്നെ കൊല്ലുവാൻ ഒരു പുരുഷനോ ദൈവത്തിനോ കഴിയരുത്, ഒരു സ്ത്രീക്ക് മാത്രമേ അതിനു സാധിക്കൂ. ഈ അഹങ്കാരത്തിൽ മഹിഷാസുരൻ സ്വർഗ്ഗലോകം ആക്രമിച്ചു കീഴടക്കി. നിരാശരായ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരുടെ ദിവ്യശക്തികൾ ഉപയോഗിച്ച് 1000 സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന പരമോന്നതയായ ദുർഗയെ സൃഷ്ടിച്ചു. ദേവന്മാർ അവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളും അനുഗ്രഹങ്ങളും ദുർഗയ്ക്ക് സമ്മാനിച്ചു. മഹിഷാസുരനെ നേരിടാൻ ദുർഗ തന്റെ സിംഹത്തിൽ യാത്രയായി. മഹിഷാസുരൻ ദുർഗയോട് യുദ്ധം ചെയ്യാൻ തന്റെ സൈന്യത്തെ അയച്ചു. എന്നാൽ ദുർഗ അവരെ എല്ലാം വധിച്ചു. ഈ സമയം മഹിഷാസുരൻ രക്തബീജനെയും ശുംഭനിശുംഭനെയും അയച്ചു. ഈ സമയം ദേവി തന്റെ കൂട്ടിന് സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും വിളിച്ചു. എന്നാൽ അവരെ വധിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ രക്തത്തിൽ നിന്നും പുതിയ രക്തബീജനുണ്ടായി. അങ്ങനെ യുദ്ധം ജയിക്കാൻ കഴിയാതെ ദേവിമാർ ബുദ്ധിമുട്ടി. അസുരന്മാർ ദേവിമാരെ കളിയാക്കുവാൻ തുടങ്ങി. സ്ത്രീകളുടെ മാനത്തിന് അവരെ വില പറഞ്ഞു തുടങ്ങി. ഈ നേരം പാർവതി ശിവനോട് ചോദിക്കുന്നു, അങ്ങേക്ക് ഇതു കേൾക്കെ ഒന്നും തോന്നുന്നില്ലേ? എന്തുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യുന്നില്ല? എന്നാൽ മഹാദേവൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു പുരുഷനെ ആശ്രയിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല? അന്നും തന്റെ ഉള്ളിലുള്ള കാളിയെ തിരിച്ചറിയാത്ത പാർവതി ഒരുപാട് സങ്കടപ്പെടുകയും യുദ്ധത്തിന് വരികയും ചെയ്തു. അപ്പോൾ അസുരന്മാർ, നാരി നീയാണോ എന്നോട് എതിർക്കാൻ വരുന്നത് എന്നും നാരി എന്നാൽ പുരുഷന്റെ കിടപ്പറയിലെ അലങ്കാരം മാത്രമാണെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട ദേവി അതീവ കോപിഷ്ഠ ആവുകയും പതിയെ ഉള്ളിലെ കാളി പുറത്തുവരുകയും ചെയ്തു. അസുരന്മാരെ വധിച്ചു മുന്നേറുന്ന അവസരത്തിൽ രക്തബീജനെ വധിക്കുമ്പോൾ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും രക്തദാസുരൻ ഉടലെടുത്തതിനാൽ കാളി രക്തം പാനം ചെയ്തു. ഇതിനിടയിൽ ദുർഗ മഹിഷാസുരനെ വധിക്കുന്നു. എന്നാൽ കാളിയിൽ രക്തബീജന്റെ രക്തത്തിന്റെ ശക്തിയാൽ ദേവിയുടെ യുക്തി പ്രവർത്തനരഹിതമാവുകയും സ്വന്തം സൈന്യത്തെ വധിക്കാൻ തുടങ്ങുകയും ഒടുവിൽ കോപം ശമിപ്പിക്കാൻ ശിവൻ സ്വയം തറയിൽ ശയിച്ചു കൊടുക്കുകയും ശിവന്റെ മാറിടത്തിൽ ആഞ്ഞു ചവിട്ടുന്ന കാളിയിൽ പത്നിധർമ്മം വരുകയും പാർവതിയിലേക്ക് രൂപം മാറുകയും ചെയ്തു. ഒടുവിൽ കുറ്റബോധത്താൽ പാർവതി ശിവനോട് ചോദിക്കുന്നു, എനിക്കായ എന്തിന് അങ്ങ് ഭൂമിയിൽ ശയിച്ചു? എന്തിന് എന്നെക്കൊണ്ട് ഇത്ര വലിയ പാപം ചെയ്യിച്ചു? ലോകത്തിനു മുന്നിൽ നീ ശിവനെ പാദത്താൽ പ്രഹരിച്ചവളാകാം, പക്ഷെ എനിക്ക് നീ സ്ത്രീകൾക്ക് പുതിയ മാനം നൽകിയവളാണ്. പുരുഷനില്ലാതെയും മാനത്തിനായി പോരാടാം എന്ന് തെളിയിച്ചവളാണ്. നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു.